വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഫ്ളാറ്റ് ഒഴിയണമെന്നിപ്പോൾ ആ ഫ്ളാറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് കുന്നത്തൂർ മെട്രോയുള്ള ഫ്ളാറ്റിനാണ് രാഹുൽ മാങ്കൂട്ടൻ താമസിക്കുന്നത്. താമസക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. സച്ചിൻ പാലക്കാട് നമ്മളോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, കൂടുതൽ നാറ്റിക്കാതെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നാണോ ഫ്ളാറ്റ് അസോസിയേഷൻ ഇപ്പോൾ മാങ്കൂട്ടത്തിനോട് പറഞ്ഞിരിക്കുന്നത്? മനു, തീർച്ചയായും അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഫ്ലാറ്റ് അടക്കം എടുത്ത് താമസിക്കുന്നത്. തുടർന്നാണ് അതിനുശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ ഫ്ലാറ്റ് അസോസിയേഷൻ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഫ്ലാറ്റ് ഒഴിയണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഈ മാസം 25 ഫ്ലാറ്റ് ഒഴിയണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഫ്ലാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർ യോഗം ചേർന്നാണ് കൂട്ടായ ഒരു തീരുമാനം എടുത്തത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പ്രധാനമായും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നു. ഇതിനെ തുടർന്ന് ഫ്ളാറ്റിലടക്കം പോലീസിൻ്റെ പരിശോധനകളും റെയ്ഡുകളും ഒക്കെ ഉണ്ടാവുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകർ അടക്കം ഫ്ളാറ്റിന് മുന്നിലെത്തി വാർത്ത നൽകുന്നു. ഇതിനെ തുടർന്ന് ഫ്ളാറ്റ് ഉടമകളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഫ്ളാറ്റ് ഉടമകൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഫ്ളാറ്റ് ഒഴിയാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി കൊടുത്തത്, അതായത് പാലക്കാട്ടെ ഫ്ലാറ്റിൽ അടക്കം എത്തിച്ചുകൊണ്ട് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം പരാതിയിലുണ്ട്. അതിനാൽ തന്നെ ഫ്ലാറ്റിന് വലിയ രീതിയിലുള്ള മോശമായ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനാൽ തന്നെ ഫ്ലാറ്റിൽ ഇനി തുടരാൻ അനുവദിക്കില്ല എന്ന ഒരു കർശന നിലപാട് തന്നെയാണ് ഫ്ലാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ എടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലടക്കം കൃത്യമായി പറഞ്ഞിരുന്നു, ഫ്ലാറ്റിലടക്കം 2 ദിവസം എത്തിച്ച് അതിജീവിതയെ പീഡിപ്പിച്ചു എന്ന കാര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ഫ്ലാറ്റിലെത്തി പരിശോധനകൾ നടത്തുന്നു, ഫ്ലാറ്റിലെത്തി രേഖകൾ ശേഖരിക്കുന്നു. CCTV ദൃശ്യങ്ങളടക്കം ഹാർഡ് ഡിസ്ക് അടക്കം ഫ്ലാറ്റിൽ നിന്ന് ശേഖരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഫ്ലാറ്റിലെ മറ്റ് ഫ്ലാറ്റ് നിവാസികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് രാഹുലിനെ കൊണ്ടുണ്ടാക്കിയത് എന്ന് തന്നെയാണ് ഫ്ലാറ്റ് അസോസിയേഷൻ ഇപ്പോൾ തീരുമാനം. ഇതിൽ കൂടുതൽ നാണക്കേട്, അപമാനം വരാനുണ്ടോ? കാരണം ആരോടെങ്കിലും പറയാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടൻ താമസിക്കുന്ന ഫ്ളാറ്റിനാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന്? അവർക്കൊരു വിലാസമാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. അതുപോലെ സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിൽ പീഡനവീരൻ്റെ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് ട്രോളുകൾ അടക്കം പോയിരുന്നു. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മോശമായ രീതിയിൽ തന്നെയാണ് ആ ഫ്ലാറ്റിലെ ആളുകളെയൊക്കെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചിത്രീകരിക്കുന്നത് എന്ന ആക്ഷേപം മുൻപ് തന്നെ ഉയർന്നിരുന്നു. മാധ്യമപ്രവർത്തകർ അടക്കം പല പ്രാവശ്യം അവിടെ പോയപ്പോൾ ഫ്ലാറ്റിന് മുന്നിൽ ചിത്രീകരിക്കാൻ പാടില്ല, ഫ്ലാറ്റിന് മുന്നിൽ നിന്ന് കൊണ്ട് വാർത്ത നൽകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള ഒരു വിമർശനം രാഹുലിനെതിരെ ഫ്ലാറ്റ് നിവാസികളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉണ്ട്. അത് ശക്തമായിരുന്നു. അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ കർശന നിലപാട് ഫ്ലാറ്റ് നിവാസികൾ സ്വീകരിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്നലെ, അതായത് 15 ദിവസത്തോളം മുങ്ങി നടന്ന രാഹുൽ ഇന്നലെ പാലക്കാട് വോട്ട് ചെയ്യാൻ വേണ്ടി പൊങ്ങിയിരുന്നു. അതിനുശേഷം ഫ്ലാറ്റിൽ എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ നിലവിൽ ഇന്നലെ രാത്രിയോടുകൂടെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. മനു, ഓക്കെ സച്ചിൻ, അതങ്ങനെ നിൽക്കുന്നു. സച്ചിൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തുന്നു, വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. അയാളെ സ്ഥാനാർത്ഥിയൊക്കെ വന്നല്ലേ സ്വീകരിച്ചത്, അല്ലേ? കോൺഗ്രസിന്റെ പ്രവർത്തകർ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോവുകയായിരുന്നല്ലോ. വലിയ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കിട്ടിയ ഒരാളെ കൊണ്ടുപോകുന്നത് പോലെയാണല്ലോ കൊണ്ടുപോയത്. ഈ കോൺഗ്രസിന്റെ നേതാക്കൾ അയാളെ പുറത്താക്കിയെന്ന് ചിലരൊക്കെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാ പ്രവർത്തകർ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. രാവിലെ KPCC അധ്യക്ഷൻ നല്ല ഒന്നാന്തരം വൈറ്റ് പുട്ടിയിട്ട് കൊടുത്ത് വെള്ളപൂശുന്നു. എന്താണ് സച്ചിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത്രമാത്രം പേടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്ക്? എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായും മനു, അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി ഇന്നലെ 4:45 കൂടിയാണ് കുന്നത്തൂർ മേട് നോർത്ത് വാർഡിൽ വോട്ട് ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് മുഹമ്മദ് ഇക്ബാൽ. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഒരു ഭാഗത്ത് രാഹുലിനെ പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും രാഹുലിന് പൂർണ്ണമായ രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളെല്ലാം പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയടക്കം കണ്ടിരുന്നു. മാത്രമല്ല, UDF സ്ഥാനാർത്ഥി പ്രശോഭ് യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ നേതാവാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് പാലക്കാട് എത്തിയത്. യൂത്ത്
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അടക്കം സ്വീകരിച്ചുകൊണ്ടാണ് രാഹുലിനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് 10 മിനിറ്റോളം വോട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങിയ രാഹുലിനോട് മാധ്യമപ്രവർത്തകർ അടക്കം കൃത്യമായ രീതിയിൽ താങ്കൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ താങ്കൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു, താങ്കൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ 15-ാം തീയതി ഹാജരാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചു. എല്ലാ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ മറുപടി പറയുമെന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ മറുപടിയൊന്നും പറയാതെ തന്നെ പാലക്കാട് പോളിംഗ് ചെയ്തതിന് ശേഷം മുങ്ങുകയായിരുന്നു. പിന്നീട് വെറുതെ, അതായത് പോളിംഗ് ബൂത്തിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് MLA ഓഫീസിലുള്ളത്. എന്നാൽ മാധ്യമപ്രവർത്തകരെയും അതേപോലെ തന്നെ പോലീസിനെയും വട്ടം കറക്കാൻ വേണ്ടി ഹൈവേ വഴിയൊക്കെ കയറിയിട്ടാണ് വീണ്ടും അവിടെ ഒരു ഹോട്ടലിൽ പോയി ചായയൊക്കെ കുടിച്ച് വീണ്ടും തിരിച്ച് MLA ഓഫീസിലെത്തുന്നത്. MLA ഓഫീസിലെത്തിയതിന് ശേഷവും സമാനമായ രീതിയിൽ തന്നെ മാധ്യമപ്രവർത്തകർ വീണ്ടും ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ കൃത്യമായ ഒരു മറുപടി രാഹുൽ പറയുന്നില്ല. സമയം അതായത് MLA ഓഫീസിൽ കയറി MLAയുടെ സീറ്റിൽ ഇരുന്നതിന് ശേഷം പിന്നീട് മറ്റൊരു മുറിയിലേക്ക് പോയി കഥകടച്ച് കുറച്ച് സമയം കഴിഞ്ഞാണ് പിന്നീട് പുറത്തൊക്കെ വന്നത്. അങ്ങനെ നാടകീയമായ രംഗങ്ങളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ രാഹുൽ ഫ്ളാറ്റ് ഒഴിയുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങണമെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ മുഖ്യമന്ത്രി രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഗൗരവതരമായ പലതും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ളാറ്റിന്റെ ആവശ്യം വരത്തില്ല. സ്ഥിരമായിട്ട് സത്യമംഗലം കാട്ടിൽ ഒരു പർണശാല കെട്ടി താമസിക്കേണ്ടതായിരിക്കും നല്ലത്. കാരണം വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകേണ്ടി വരും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഫ്ളാറ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല. സത്യമംഗലം കാട്ടിലേക്കാണോ ഇനി സെൻട്രൽ ജയിലിലേക്കാണോ എന്നുള്ളതാണ് ഇന്ന് നോക്കേണ്ടത്. കാരണം അതിൽ ശക്തമായ തെളിവുകളാണ് രാഹുലിനെതിരെ ഉള്ളത്. അതിനാൽ തന്നെ കോടതി വിധി എന്താകും? അതെ ഒരു ഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് സംരക്ഷണം ഒരുക്കുമ്പോൾ മറുഭാഗത്ത് LDFന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് കോഴിയുടെ പ്ലക്കാർഡൊക്കെ ഏന്തിയുള്ള കുഞ്ഞിൻ്റെ തൊട്ടിലൊക്കെ ഏന്തിയുള്ള LDFന്റെ CPMന്റെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധമൊക്കെ ശക്തമായ രീതിയിൽ പോളിംഗ് ബൂത്തിലും ഉണ്ടായിരുന്നു. മനു, ശരി. ഓക്കെ, താങ്ക് യു സച്ചിൻ. അപ്പോൾ സച്ചിനാണ് ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും കാര്യങ്ങൾ രസകരമാണ്. ഫ്ളാറ്റിൽ നിന്ന് പെട്ടിയും കിടക്കിയെടുത്തുകൊണ്ട് വിട്ടോളാൻ ഫ്ളാറ്റ് അസോസിയേഷൻ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട്. ഞാൻ ഉടനെ തന്നെ പൊക്കോളാമെന്ന് മാങ്കൂട്ടം മറുപടിയും കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒരു എന്താ പറയുക, എല്ലാവർക്കും അവരുടേതായ അഭിമാനവും മാനാഭിമാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി.